ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അറബിക് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു കൊറിയൻ ലുക്കാണെന്നുണ്ടെങ്കിലും അത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എനിക്കൊരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ ചെയ്തതാണ്. എന്നാലും ഫൈനൽ ലുക്ക് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം വരുന്നത് ഹിജാബ് അതുപോലെ അബായയാണ് വരുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ക്ലെൻസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും കുറച്ചത് അബ്സോർവ് ആകാൻ വേണ്ടി വെക്കുക, എന്നാലും അത് നമ്മുടെ ഇടുന്ന മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ടോണർ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന മുന്നേ ടോണർ ഇടാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത് CTM ആയതുകൊണ്ട് നമുക്ക് ഇപ്പം അങ്ങനെ ഇടാം. എന്നിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഇടാൻ പോകുന്നത് പ്രൈമറാണ്. പിന്നെ പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാനും, അതുപോലെ തന്നെ ഓപ്പൺ പോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആവാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് ഉണ്ടായിരിക്കും, നല്ല സ്മൂത്തി ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത സ്റ്റെപ്പായ കറക്റ്റർ വെച്ചിട്ട് നമുക്ക് കൺസിലർ ചെയ്യാം. നമ്മൾ ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്തൊക്കെ നമുക്ക് പിമ്പിൾസ് വന്നിട്ടുള്ള ഡോട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്കിൻ ഒരു ഈവൻ ടോൺ ആക്കി വയ്ക്കാനും നമുക്ക് കൺസിലർ യൂസ് ആക്കാം. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ ഏരിയയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇടാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഫോറെവറിൻ്റെ ഫൗണ്ടേഷനാണ് 52 പറഞ്ഞിട്ട്. അത് തന്നെയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഷെയ്ഡെല്ലാം തോന്നുന്നു, എന്നാൽ ഞാനത് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷനും ഈ സൈഡ് ഫുള്ളും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നിങ്ങൾക്ക് ഡിഫറൻറ്റ് കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ ഈ സൈഡ് പോലെ തന്നെ ഈ സൈഡ് ഫുള്ളായിട്ട് ഫൗണ്ടേഷൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ടാസ്ക്കായോ നമ്മൾ ഫൗണ്ടേഷൻ ഫുള്ളായിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് ഇരിക്കുന്നത്. കണ്ടോ, ഡിഫറെൻറ്റ് കണ്ടില്ലേ? എന്നിട്ട് നമുക്കിനി നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് ഐബ്രോ നമുക്ക് ഫില്ല് ചെയ്യാം. പിന്നെ എനിക്ക് ഫോണിൽ നോക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതുപോലത്തെ ഒരു കണ്ണട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കണ്ണട നോക്കിയിട്ടാണ് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അറബിക് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഒരു തിക്നെസ്സിൽ തന്നെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ സൈഡിൽ എങ്ങനെയാണോ ഫില്ല് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കൺസിലർ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഞാൻ അവിടെ യൂസ് ആക്കുന്ന കൺസിലർ പറഞ്ഞിട്ട് HD Pro കൺസിലറാണ്. അത്യാവശ്യം നല്ല കവറേജ് ഉള്ളൊരു കൺസിലർ തന്നെ. അത് വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും ഷേപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ പുരികം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐഷേഡ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ മേലിൽ നമ്മൾ പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഒരു ന്യൂഡ് ഷെയ്ഡായിട്ടുള്ള അതിന് നമ്മൾ ഈ കളറാണ് ചൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് തന്നെ നമ്മൾ കണ്ണിൻ്റെ ഇട ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അത് നമ്മുടെ കണ്ണിൻ്റെ ഈ കോർണറിൽ നമ്മൾ ആദ്യം തന്നെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഇട്ടിട്ട് നമ്മുടെ ഐ വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ നന്നായിട്ട് തന്നെ ഞാൻ കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കറക്റ്ററിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കോണ്ടൂർ ചെയ്തിട്ട് നമ്മൾ കൺസിലർ വെച്ചിട്ട് ഒന്നും കൂടി ഷേപ്പ് അവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നമ്മൾ എവിടേക്കാണോ നമ്മൾ കോണ്ടൂർ ചെയ്തിട്ടുള്ളത് അവിടേക്ക് നമ്മൾ കൺസിലർ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് പൗഡർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ അടിയിലും നമ്മുടെ ചിന്നിലൊക്കെ നന്നായിട്ട് തന്നെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ടാസ്ക്കായ കണ്ണെഴുതുക. ഓൾറെഡി എൻ്റെ കണ്ണെന്ന് പറയുന്നത് ഭയങ്കര ചെറിയ കണ്ണാണ്. അതിന്മേ ഇതുപോലത്തെ ഒരു നീട്ടി കണ്ണൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് തന്നെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു കൺസിലറിൻ്റെ ഇത് വെച്ചിട്ട് അതിന്മേൽ കുറച്ച് ഐലർ എഴുതിയിട്ട് ഒരു കോണൊക്കെ സൈഡ് ഇങ്ങനെ വരച്ചു. അത് ഓൾമോസ്റ്റ് കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ സൈഡായപ്പോഴേക്കും മടി പിടിച്ചു. ഞാൻ നേരത്തെ തന്നെ വാലൊക്കെ ഞാൻ തന്നെ വരച്ചു അങ്ങോട്ട് ഒപ്പിച്ചു. പിന്നെ നമ്മൾ കണ്ണും കൂടി സെറ്റാക്കിയപ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെയാണ്. ഇനി നമുക്കിനി കുറച്ച് അലങ്കാര പണികൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കുക. ബ്ലഷ് നന്നായിട്ട് രണ്ട് കവളിലും മൂക്കിലും ചീക്കിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടേക്കാണോ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ നമ്മൾ ഹൈലൈറ്റും കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ലിപ്പ് ലൈൻ ചെയ്യുകയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വരുന്നത് വളരെ ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ അതിനോടൊന്നും മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡാർക്ക്
ഒരു ഡാർക്ക് ലിപ് ലൈനർ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ അകത്ത് തന്നെ ഒരു 5 ഷെയ്ഡ് വരുന്നുണ്ട്. 5 ഷെയ്ഡും ഒരു ന്യൂഡ് കളർ ഷെയ്ഡാണ്. എൻ്റെ സ്കിന്നിന് ഒട്ടും മാച്ച് അല്ല, അതുകൊണ്ട് ഞാൻ അത് പുറത്ത് പോകുമ്പോഴൊന്നും അധികം യൂസ് ആക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ മാത്രമേ ആ ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ. പിന്നെ എൻ്റെ ഫേസിന് ഒരു ന്യൂഡ് ഷെയ്ഡ് എനിക്ക് ഒട്ടും മാച്ച് ആകാത്ത പോലെ ഉണ്ടാവും. ഞാൻ ഈ ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടായിരിക്കാം എനിക്കൊന്നും കൂടി ചേരുണ്ടാവുക. കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ ലിപ് ഗ്ലോസും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വരുന്നത് നമ്മളെ ലുക്ക് ഇങ്ങനെയാണ്. ദെൻ നമ്മൾ അബായ ഇട്ടിട്ടുണ്ട്. ഇനിയും നമുക്ക് മഫ്ത് ചുറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിയിലിടുന്ന സ്കാർഫ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അത് ഇട്ടിട്ട് നന്നായിട്ട് ബേക്കിൽ കെട്ടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഷോൾ എടുക്കുക. ആ ഷോള് കുറച്ചൊരു ഭാഗത്ത് 2 സൈഡിലാക്കിയിട്ട് ഈ ഒരു സൈഡിൻ്റെ ഭാഗം ഇവിടെ എടുത്തിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സൈഡ് നമ്മൾ നന്നായിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മുടെ ഈ സൈഡ് ഉണ്ടല്ലോ, ഇപ്പുറത്തെ സൈഡ് പിടിച്ചിട്ട് അത് ഇതുപോലെ തന്നെ സെക്യൂർ ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അവിടെ ബാക്കിൽ വെച്ചിട്ട് കെട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ബാക്കിൽ വെച്ചിട്ട് കെട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വെച്ചിട്ട് അത് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഫൈനൽ നമ്മൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു പ്ലാനൊന്നും ഇല്ലാണ്ട് ചെയ്തതാണെന്നുണ്ടെങ്കിലും എനിക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടമായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു അറബിക് ലുക്കില്ലെങ്കിലും ഒരു ഹിജാബ്, പിന്നെ ഞാൻ വേറൊരു ഹിജാബ് ട്യൂട്ടോറിയലും കൂടി കാണിക്കണം വിചാരിച്ചു. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.